ഈ എല്ലാ സംഗതികൾക്കും മറുപടി പറയാൻ പുറപ്പെട്ടാൽ അത് അവരുടെ ഒരു അജണ്ട നടപ്പാകലാവും. കാരണം ഇല്ലാത്തൊരു കാര്യം ഉന്നയിക്കുക, അങ്ങനെ ഉന്നയിച്ചിട്ട് അതിനകത്ത് LDFനെ കുടുക്കിയിടുക. LDF നാടിന്റെ വികസനത്തെപ്പറ്റി പറയാതിരിക്കുക. നാടിന്റെ വികസനത്തെപ്പറ്റി പറയുന്നത് ഇവർക്ക് പ്രയാസം സൃഷ്ടിക്കും എന്നാണ് അവർ കാണുന്നത്. അതിനുവേണ്ടിയുള്ള ചില കുതന്ത്രങ്ങളാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നമ്മുടെ രമേശ് ചെന്നിത്തല ചിലരോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഴിമതി കാര്യങ്ങൾ ഉന്നയിച്ച് അത് നുണ എന്ന രീതിയിൽ നല്ല രീതിയിൽ കെട്ടിച്ചമച്ച് ഉന്നയിക്കുക, അതിലും മത്സരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവർക്കൊക്കെയുള്ള ഒരു ഗുണം കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എത്ര നിശിതമായ വിമർശനമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. നിങ്ങൾ എന്തിനാണ് ഹൈക്കോടതിയിലേക്ക് വരുന്നതെന്ന് തന്നെ ചോദിച്ചില്ലേ? ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി വരുന്നതല്ലേ എന്ന് ചോദിക്കുന്ന നിലയുണ്ടായില്ലേ? ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ലഭിച്ച ഏറ്റവും കടുത്ത വിമർശനമായിരുന്നില്ലേ? ഇവിടെ നമ്മൾ കാണേണ്ടത് 4415 സഹകരണ സ്ഥാപനങ്ങളാണ്. അവയിൽ പൊതുവായ സോഫ്റ്റ്വെയർ നടപ്പാക്കണം. അത് നേരത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനായി 2021 ടെൻഡർ, ആ ടെൻഡർ അനുസരിച്ച് 206 കോടി രൂപക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് ലെറ്റർ ഓഫ് ഇന്റന്റ് നൽകി. പക്ഷേ 2024 ഒക്ടോബറിൽ അവർ ഏകപക്ഷീയമായി പിന്മാറി. ഇത് ഒന്നുകൂടി ശ്രദ്ധിച്ചുകൂടി. 2024 അവര് പിൻവാങ്ങുന്നത്. 2021 ടെൻഡർ. ആ ടെൻഡർ അനുസരിച്ചാണ് 206 കോടി രൂപക്ക് TCCന് കൺസൾട്ടൻസി ഈ ലെറ്റർ ഓഫ് ഇന്റന്റ് നൽകുന്നത്. അവര് പിന്മാറിയതിനെ തുടർന്ന് 2025 മാർച്ചിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് കേട്ടോ. ആ യോഗം പുതിയ ടെൻഡർ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പുതിയ ടെൻഡർ ക്ഷണിച്ചു. അപ്പോൾ ഹൈ ലെവൽ കമ്മിറ്റിയുടെ വിശദമായ പരിശോധന, നിയമവകുപ്പിന്റെ അനുമതി, ഇതെല്ലാം ലഭിച്ചതിന് ശേഷം ടെക്നിക്കൽ ഫിനാൻഷ്യൽ ബിഡുകൾ അത് വിലയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. അതോടൊപ്പം ഹൈക്കോടതിയും ടെൻഡർ നടപടികൾ തുടരാനും വിജയിച്ച ബിഡർക്ക് അവാർഡ് നൽകാനും അനുമതി നൽകി. ഇത്രയെല്ലാം കാര്യങ്ങൾ ഈ കാര്യത്തിൽ സംഭവിക്കുകയാണ്. പുതിയ പദ്ധതിയിൽ ഡാറ്റയും സോഴ്സ് കോഡും സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻ സാസ് മാതൃകയിൽ ഇതുണ്ടായിരുന്നില്ല. ആ മാതൃകയിൽ പോയിരുന്നുവെങ്കിൽ സഹകരണ മേഖലയിൽ വ്യാപിപ്പിക്കാൻ ഏകദേശം 1000 കോടി രൂപ ചെലവ് വരുമായിരുന്നു ഈ പദ്ധതി മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിലും എത്തിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 23,000 സഹകരണ സംഘങ്ങളിലേക്കും കുറഞ്ഞ ചെലവിൽ സോഫ്റ്റ്വെയർ വ്യാപിപ്പിക്കാൻ കഴിയും. മറ്റ് കമ്പനികളെ ഒഴിവാക്കിയെന്ന ആരോപണം തെറ്റാണ്. ഏകദേശം 45 കമ്പനികൾക്ക് കൺസോർഷ്യം രൂപത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. സാങ്കേതിക വിലയിരുത്തലിന് യോഗ്യമായ കമ്പനിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയെല്ലാം സുതാര്യമായി നടന്ന ഒരു കാര്യത്തിലാണ്
അഴിമതി ആരോപണമായിട്ട് വരുന്നത്. അപ്പോൾ ആരോപണം ഉന്നയിക്കുക, അത് മാത്രമാണ് ഉദ്ദേശം. എല്ലാം സുതാര്യമായി നടന്നതാണ്. ഈ ആരോപണത്തിൽ ഒരു വസ്തുതയും ഇല്ലാത്തതുമാണ്.